ഹലോ ഗായ്സ്, വെൽക്കം ടു നെനീസ് ടെയിൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊന്നും നിങ്ങൾ നോക്കണ്ട, മൊത്തം കുളമായിട്ട് കിടക്കുമായിരിക്കും. ഞാനൊന്നും അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് പരിപാടികളൊക്കെ കഴിഞ്ഞു. എനിക്ക് 11 മണിക്കാണ് ഡ്യൂട്ടി. ഇപ്പോൾ ഓൾറെഡി 10 മണി കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് ടൈം 10 മണി, കറക്റ്റ് 10 മണിയാണ് കേട്ടോ. കറക്റ്റ് 10 മണിയാണ് ഇപ്പോൾ സമയമെന്ന് പറയുന്നത്. അപ്പോൾ 10 മണിയായി, പിന്നെ 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഒരുങ്ങി കുടിച്ച് ഡ്യൂട്ടിക്ക് പോകുന്നു. ഇനി വലിയ സമയമൊന്നുമില്ല. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയാലും ഇന്ന് മൺഡേ ആണ്. പിന്നെ മൺഡേ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ വീഡിയോസ് അധികമായിട്ട് എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്നതും എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുന്നത് പോലെ എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ അത്രയ്ക്കേ പറയാനുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡയറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെക്കുക. അതിലൊരു പകുതിയൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഇനിയിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാന്ന് ഓർത്ത്. എൻ്റെ ടു ഡു ലിസ്റ്റിലെ ഫസ്റ്റ് കാര്യം പ്രെയർ തന്നെയായിരുന്നു കേട്ടോ. വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. പിന്നെ ഹോസ്റ്റലിലും കൂടി ആയതുകൊണ്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലെ മടിയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും ഇതേപോലെ ലിസ്റ്റ് ഇട്ട് വെച്ചോ, ഉപകരിക്കും. കഥ പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. വേഗം തന്നെ എന്റെ മേക്കപ്പ് ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം ഒരുങ്ങി തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സെറോക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ മാസം വാങ്ങിച്ച പുതിയ സെറാണ് കേട്ടോ. അതിന്റെ ഒരു പ്രഹസനമാണ് കേട്ടോ ഇതൊക്കെ. അല്ലാണ്ട് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറൊന്നുമില്ല, തീർന്നാലോട്ട് വാങ്ങിക്കാറുമില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് പോൺസിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തപ്പുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ സ്കിൻ കെയറിന്റെ ഫൈനൽ പാർട്ട്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റം നമ്മുടെ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും ഇത്തിരി പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതേ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫേസ് ഒന്ന് സെറ്റ് ആയതുപോലെ ഉണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഐബ്രോ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്ന് പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലാൻ ചെയ്തതും കൊണ്ടൊക്കെയാണ് കേട്ടോ ഞാനൊന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല. ഇത് പിന്നെ ബ്ലൂ ഹെവന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതൊരു ന്യൂഡ് ഷെയ്ഡ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് ഫോണിൽ നോക്കി ചെയ്യാൻ പറ്റത്തില്ല, തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് കേട്ടോ കണ്ണെഴുതി കൊടുക്കുന്നത്. അടുത്ത കോമഡി എന്ന് പറയുന്നത് മുടി എങ്ങനെ കെട്ടും എന്ന് തോർത്തിട്ടാണ് കേട്ടോ. ഞാൻ എന്തൊക്കെ വെറൈറ്റി ആയിട്ട് കെട്ടിക്കൊണ്ട് വന്നാലും അവസാനം പോണിറ്റെയിലിൽ തന്നെ വന്ന് നിൽക്കും. പിന്നെ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഇത് തന്നെയാണ് കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു പൊട്ടും കൂടി വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടിക്ക് പോകാനുള്ള ലുക്ക് കംപ്ലീറ്റ് ആയി. തീർന്നിട്ടില്ല കേട്ടോ. കുറച്ച് മുടിയും കൂടി കോഴി ചിക്കുന്ന പോലെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മാന്തി ഇടണേ. അപ്പൊ ഇനി ഇതേ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാം കേട്ടോ. ബാഗിലാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാനുള്ള സാമഗ്രികളെല്ലാം പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും എടുത്ത് ബാഗിലോട്ട് ആക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എന്റെ ഹോസ്റ്റൽ. ഒരു 10 മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് പോകാനും വരാനൊക്കെ സുഖമാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ഓൾറെഡി തുടങ്ങി കേട്ടോ. അങ്ങനത്തെ ഉച്ചക്ക് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പൊ ഡയറ്റിന്റെ ഭാഗമായിട്ട് ഉച്ചക്ക് ഗോതമ്പ് കൂട്ടൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഇടക്കൊക്കെ എനിക്ക് ജീവിതം മടുത്തു എന്നൊക്കെ തോന്നുന്നത് ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിക്കുവേ. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഞാൻ ശരിക്കുമുള്ള ഞാനായിട്ട് മാറാറുണ്ട്. പിന്നെ എനിക്കിന്ന് സന്തോഷിക്കാനൊരു ഭാഗമുണ്ട് കേട്ടോ. എനിക്കിന്ന് പുട്ടും ചിക്കൻ കറിയും ആയിരുന്നേ. പിന്നെ ബിച്ചു ചേച്ചി ആണെങ്കിൽ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പൊ ഇന്ന് മൊത്തത്തില് ഒരു പലഹാര വൈബായിരുന്നേ. അങ്ങനെ ചിക്കനും കൂട്ടി പുട്ടൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഈ കീബോർഡിലിട്ട് ടൈപ്പ് ചെയ്യുന്നത് വെറും പ്രഹസനമാണ് കേട്ടോ. നിങ്ങളത് മൈൻഡ് ചെയ്യണം. പിന്നെ ഇപ്പൊ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, ഞാൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാനൊരു റേഡിയോഗ്രാഫർ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ MRI ടെക്നീഷ്യൻ ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരു ചേച്ചി ഇന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി സേമിയ പായസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പായസം കുടിച്ച് കഴിഞ്ഞപ്പോ കുറച്ച് എനർജി ഒക്കെ കിട്ടി കേട്ടോ. പിന്നെ ഞാൻ എന്റെ പട്ടി ഷോ സ്റ്റാർട്ട് ചെയ്ത്. ഇത് മാസ്ക് വെക്കാതെയുള്ള പട്ടി ഷോ, അടുത്തത് മാസ്ക് വെച്ച്
വെച്ചിട്ടുള്ള പട്ടി ഷോ. അങ്ങനെ എൻ്റെ ഈ പട്ടി ഷോ ഏതെങ്കിലും പട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ആ പട്ടിയുടെ വല്ല തൊലി കിഴിഞ്ഞു പോകുമല്ലോ നീ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തേ. അതേ നല്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളത് ഈ മാസ്ക് ഒക്കെ വെച്ച് വീണ്ടും പോകുന്നത് ചായ കുടിക്കാനാണ്. ഞാൻ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നതായിരിക്കും നമ്മുടെ എല്ലാ ചായക്കടയും. കാരണം നമ്മളങ്ങനെ അധികം അകലത്തോട്ടൊന്നും പോവാറില്ല. കാരണം പെട്ടെന്ന് പോയിട്ട് വരാനുള്ളതുകൊണ്ട് തൊട്ടടുത്ത കടകളിലോട്ടൊക്കെയാണ് കേട്ടോ ചായ കുടിക്കാൻ പോകുന്നത്. പതിവ് പോലെ തന്നെ ചായക്കടയിൽ മീറ്റ് റോള്, പപ്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് ഹെൽത്തൊക്കെ നോക്കി തുടങ്ങുന്നത് കൊണ്ട് ഞാൻ ഇലയുടെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത്ര നാൾ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. കാരണം ഞാനാണ് ഓന്ത് മാറുന്നതുപോലെ ഞാൻ നിറം മാറും. പിന്നൊരു കാര്യം കൂടി, ആരെന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണം കേട്ടോ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഇടക്കിടക്ക് എൻ്റെ ഷുഗർ കട്ട് കട്ടായി പോകുന്നത്. അല്ലാണ്ട് എനിക്ക് കൺട്രോൾ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. അങ്ങനെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നെന്തോ പൊതുവേ ഒരു നല്ല ദിവസമായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് എടുത്തത് കൊണ്ടാണോ അല്ലേന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ഇന്നൊരു നല്ല ദിവസമായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് പഴംപൊരിയും ചായയും കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറ്റ് എടുക്കുന്നവന്റെ ശ്രദ്ധയ്ക്ക് ഷുഗർ മാത്രം കട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, എണ്ണപ്പലഹാരങ്ങളും കൂടി നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. ഇത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത വട്ട് തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യനൊറ്റക്കായ വട്ടും പിടിക്കോ. അങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് തല കറങ്ങി തുടങ്ങിയതുകൊണ്ട് ഞാൻ ആ കറക്കം അവിടെ നിർത്തിയേ. പിന്നെ അതേ പോയൊന്ന് കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും തലക്ക് നല്ല വെളിവും ആശ്വാസവും കിട്ടി. രാത്രി കഴിക്കാൻ ചോറും പയറും മീൻകറിയുമായിരുന്നേ. സത്യം പറഞ്ഞ എനിക്ക് പയർ അത്രക്ക് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പക്ഷെ ഈ പയറിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും വണക്കം.